വർഷം 1845. അയർലൻഡിലെ ജനങ്ങൾ പ്രധാനമായും ഭക്ഷിച്ചിരുന്ന പൊട്ടാറ്റോ കൃഷിയിൽ കനത്ത നാശനഷ്ടം കാരണം കടുത്ത പട്ടിണി പിടിമുറുക്കിയ കാലം. 1852 വരെ 7 വർഷം നീണ്ടുനിന്ന വറുതിയുടെ ഈ കാലത്ത് 10 ലക്ഷം പേർ മരണത്തിന് കീഴടങ്ങുകയും 20 ലക്ഷം പേർ നാടുവിട്ടോടുകയും ചെയ്തു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു അന്ന് അയർലൻഡ്. തെരുവുകളിൽ ആയിരങ്ങൾ മരിച്ചു വീഴുമ്പോഴും മതിയായ സഹായം നൽകാൻ ബ്രിട്ടൻ ഒരുക്കമായിരുന്നില്ല. ഇതിനിടെയാണ് ഐറിഷ് ജനതയെ തേടി 4000 മൈലുകൾക്കപ്പുറത്ത് നിന്ന് അപ്രതീക്ഷിതമായ ഒരു സഹായഹസ്തം നീണ്ടത്. അങ്ങകലെ ഇസ്താംബൂളിൽ നിന്ന് ഒട്ടോമൻ സുൽത്താൻ അബ്ദുൽ മജീദ് രണ്ടാമൻ ഐറിഷ് ജനതക്കായി 10,000 പൗണ്ട്, ഇന്നത്തെ 17 ലക്ഷം മൂല്യമുള്ള തുക വാഗ്ദാനം ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ 2000 പൗണ്ട് മാത്രമാണ് നൽകുന്നതെന്നും പ്രോട്ടോകോൾ ഭാഗമായി അതിനാൽ സുൽത്താൻ അതിൻ്റെ നേർപകുതി 1000 പൗണ്ട് മാത്രമേ നൽകാവൂ എന്നും ബ്രിട്ടീഷ് അധികൃതർ അഭ്യർത്ഥിച്ചു. അതുപ്രകാരം സുൽത്താൻ 1000 പൗണ്ട് നൽകുകയും ചെയ്തു. എന്നാൽ പ്രോട്ടോകോൾ മറികടക്കുന്നതായിരുന്നു സുൽത്താൻ്റെ സഹജീവികളോടുള്ള കരുതൽ. ഭക്ഷണവും മറ്റു ആവശ്യ സാമഗ്രികളുമായി ഒട്ടോമൻ കപ്പലുകൾ ഇസ്താംബൂളിൽ നിന്നും ബ്രിട്ടീഷ് നേവിയുടെ കണ്ണ് വെട്ടിച്ച് അയർലൻഡിലെ ദ്രൊഗേഡ എന്ന അപ്രധാന തുറമുഖത്ത് നങ്കൂരമിട്ടു. ജനങ്ങൾക്കവ ഭക്ഷണമായി നൽകുകയും ചെയ്തു. സുൽത്താന്റെ മഹാമനസ്കതയ്ക്ക് നന്ദി പറഞ്ഞ് അയർലൻഡിലെ പ്രമുഖർ അദ്ദേഹത്തിന് അയച്ച കത്ത് ഇന്നും ഒട്ടോമൻ ആർക്കൈവ്സിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.